നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുൻപിലാണ്. ഈയൊരു ഭരണസിരാ കേന്ദ്രത്തിന് മുൻപിൽ വർഷങ്ങളായി സമരം നടത്തുന്നവരുണ്ട്. അതായത് 10ഉം 20ഉം വർഷത്തോളമായി ഈയൊരു സെക്രട്ടേറിയറ്റിന് മുൻപിൽ കിടക്കുന്ന നിരവധി ആളുകളുണ്ട്. അവർ വിവിധ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും. 2-3 കസേരകൾ കാണാവുന്നതാണ്. ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് 2.5 വർഷത്തിലധികമായി സമരം ചെയ്യുന്ന ഒരു അമ്മയുണ്ട്. ആ അമ്മ ഇപ്പോൾ ഇവിടെ കാണാനല്ല, ഇവിടെ പോയി എന്ന് അറിയില്ല. എന്തായാലും 2.5 വർഷത്തോളമായി ഈ ഒരു അമ്മ ഇവിടെ സമരം ചെയ്യുന്നു. വീടും വസ്തുവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിലാണ് ഇവർ ഇവിടെ സമരം ചെയ്യുന്നത്. രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഈ സെക്രട്ടേറിയറ്റിന് മുൻപിലാണ് അവർ കഴിയുന്നത്. ഈ രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെയാണ് കിടക്കുന്നത്. ഈ ഷീറ്റ് നമുക്ക് കാണുവാൻ സാധിക്കും. 2.5 വർഷത്തോളമായി ആ അമ്മ ഈ ഒരു ഷീറ്റിനെ ആശ്രയിച്ചു കൊണ്ടാണ് ഇവിടെ കിടക്കുകയും ഉറങ്ങുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. അതേസമയം പ്രാഥമിക കൃത്യങ്ങളെല്ലാം തന്നെ നിർവഹിക്കുവാൻ വേണ്ടി ഇവിടെ തൊട്ടടുത്തുള്ള ഹോട്ടലുകളെയും മറ്റുമാണ് ആശ്രയിക്കുന്നത്. ഇത് ഒരാളുടെ സമരമാണ്. തൊട്ട് ഇപ്പുറത്ത് 2013-14 വർഷത്തിൽ സമരം ചെയ്ത ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെ ചില സാധനങ്ങളാണ് ഇത്. നമുക്ക് സെക്രട്ടേറിയറ്റിൻ്റെ ഈ ഒരു മതിലിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കുറച്ച് ഷീറ്റും സാരി വലിച്ചു കെട്ടിയതുമൊക്കെയാണ്. ഈ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. 2013 ശകുന്തള എന്നുള്ള അമ്മയും അതുകൂടാതെ അവരുടെ ഭർത്താവ് സുകുമാരനും മകളായ അമലുവും ഇവിടെ സമരത്തിനായി എത്തിയത്. അതായത് ഇവരുടെ വസ്തുവും വീടും ഗുണ്ടകൾ കയ്യേറിയതിനെതിരെയാണ് അന്ന് ഇവർ ഇവിടെ സമരം നടത്തിയത്. പിന്നീട് ഇവരുടെ ഭർത്താവ് ഒരു വാഹന അപകടത്തിൽ മരിക്കുന്നു. ഇതിനെ തുടർന്ന് ഈ ഒരു സ്ത്രീയുടെ മാനസിക നിലയടക്കം തെറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ ഒരു കുടിൽക്കെട്ടിയുള്ള സമരമായിരുന്നു ഈ 3 പേരുടെയും, അതായത് ശകുന്തളയുടെയും ഭർത്താവായ സുകുമാരൻ്റെയും അമലു എന്ന ആ ചെറിയ കുട്ടിയുടെ ഫോട്ടോ എല്ലാം തന്നെ ഇവിടെ കാണുവാൻ സാധിക്കും. അതായത് ഈ ശകുന്തളയുടെ ഭർത്താവ് സുകുമാരൻ വാഹനാപകടത്തിൽ മരിച്ചതിനെ തുടർന്നും ഇവരുടെ സമരവുമായി സജീവമാവുകയായിരുന്നു. പിന്നീട് ചൈൽഡ് ലൈൻ വന്ന് ഈ ഒരു കുട്ടിയെ ഇവിടെ നിന്നും ഈ ഒരു സമര ഗേറ്റിൽ നിന്നും, അതായത് ഈ സമരം നടത്തുന്ന സ്ഥലത്ത് നിന്നും ഇവിടെ നിന്നും മാറ്റുകയായിരുന്നു. നമുക്ക് കാണുവാൻ സാധിക്കും ഈ കുട്ടിയെ ഈ പോലീസുകാരി എടുത്തു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതിനെ തുടർന്ന് ഈ ഒരു കുട്ടിയെയും ഈ ശകുന്തളയ്ക്ക് നഷ്ടപ്പെടുന്നു. ഇതിന് പിന്നാലെയാണ് ഏറെ മാനസിക നില തെറ്റുകയും ചെയ്യുന്നു. ഇപ്പോഴും ഇവരിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അതായത് മാനസിക നില തെറ്റിയ സാഹചര്യമാണുള്ളത്. 2013-14 ഈ ഒരു സമരം നടക്കുന്നത്. പിന്നീട് ഭർത്താവിനെ നഷ്ടപ്പെടുന്നു. പിന്നീട് കുട്ടിയെ ചൈൽഡ് ലൈൻ ഏറ്റെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സെക്രട്ടേറിയറ്റിന് മുൻപിൽ 10ഉം 15ഉം വർഷം സമരം നടത്തിയ പലരുടെയും മാനസിക നിലയടക്കം തെറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. നിരന്തരം മാറി മാറി വരുന്ന ഭരണാധികാരികൾ ഇതൊന്നും തന്നെ കാണുന്നില്ല. ഭരണസിരാ കേന്ദ്രത്തിന് മുൻപിലാണ് ഇത്തരത്തിൽ അനാഥമായി ചില മനുഷ്യർ ഇത്തരത്തിൽ സമരം ചെയ്യുന്നത്. അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളാകാം. ചിലപ്പോൾ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരോ ചിലപ്പോൾ 2 വാക്ക് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടാകും. ഇതാ മറ്റൊരു സമരം ചെയ്യുന്ന ആളാണ്. ചേട്ടാ, 9 വർഷമായി ഇവിടെ സമരം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നിരവധി ആവശ്യങ്ങളാണ് അവർ ചേട്ടാ, പേരെന്താ പറയാ? എൻ്റെ പേര് ശശി കെ. എവിടെയാ താമസം? കൊല്ലം കൊട്ടാരക്കര താലൂക്ക്. എത്ര വർഷമായി? അപ്പം ഞാൻ 1999 ജനുവരി 6 ബൈക്ക് ഓടിച്ചപ്പോൾ ലോറി അടിച്ച് ഹെഡ് വെഞ്ചർ പറ്റിയ രോഗിയാണ്. ആ രോഗിക്ക് നമ്മുടെ നീതിപരമായ ബഹുമാനപ്പെട്ട കോടതികളിൽ ഈ ഓരോ ഇൻഷുറൻസ് കമ്പനി ആരും ഇടിച്ച ലോറിയുടെ ഇൻഷുറൻസ് ഇവർ കീഴ്ക്കോടതി തൊട്ട് ഹൈക്കോടതി തൊട്ട് സുപ്രീം കോടതി വരെ കൈക്കൂലി കൊടുത്ത തെളിവുള്ള രോഗിയാണ്. കാരണം സുപ്രീം കോടതി കൊടുത്തെന്ന് പറഞ്ഞാൽ പറയാൻ കാരണമുണ്ട്. കാരണം ഞാൻ അവിടെ റിപ്പോർട്ടറിൻ്റെ എന്നപ്പോൾ അവിടെ ഒരു അഭിഭാഷ പറയാൻ മറുപടി, കൈക്കൂലി കൊടുത്താൽ വായിച്ച് നോക്കാം, ചെയ്യണോ ചെയ്യേണ്ടതെന്ന് പിന്നെ തീരുമാനിക്കാമെന്നാണ് ഒരു അഭിഭാഷ പറയാൻ മറുപടി. കാരണം നമുക്ക് ഹൈക്കോടതി എൻ്റെ 56% തിരുവനന്തപുരം മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഇട്ടിട്ട് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി കൊണ്ടുപോയിട്ട് അവിടെ അവർ 6 കോടി രൂപ ക്ലെയിം ചെയ്യാമെന്ന് പറയാം. അവിടെ വെച്ച് 40 ലക്ഷം രൂപ. ഈ 40 ലക്ഷം രൂപ ഒരു കോടതികളിൽ സബ്ജക്റ്റ് ചെയ്തില്ല. 4/2/2012 ഫയൽ ചെയ്ത റിപ്പോർട്ട് മാറ്റിയിട്ട് 2013 5 ലക്ഷം രൂപ താഴെയുള്ള ഒരു തട്ടുപൂതി പ്രഖ്യാപിച്ചു. കാരണം നമുക്ക് നീതി കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 2018 ഇവിടെ വന്നത്. അന്ന് നമ്മുടെ ബഹുമാനായ
കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിന്നെ മുൻ മുഖ്യമന്ത്രി ആയിരുന്നു പേര് അത് അല്ല ഇപ്പം മറ്റേ പിണറായി സാറ് എന്നോട് പറഞ്ഞ് ഓറിയൻ്റെ കമ്പനിയെ വിളിച്ച് 8 വർഷത്തിന് മുമ്പ് ഓറിയൻ്റെ കമ്പനിയെ വിളിച്ച് എസ്സിയുടെ വിഷയം എത്രയും പെട്ടെന്ന് തീർക്കാം, സന്തോഷമായി പോകാൻ പറയും. ഇവിടെ ഈ പാവപ്പെട്ടവരെ കൊണ്ട് ജലാസ്പത്രി 9 രൂപയും ഫയൽ ചെയ്ത് എന്തിനു വേണ്ടിയാണ്? ഒരു രോഗിയെ ബഹുമാന DIG വരെ ഓർഡർ തന്നു ഓറിയൻ്റെ കമ്പനിയുടെ മുമ്പിൽ സമരം ചെയ്ത് നേടാൻ. അമ്പാരൂർ ഓറിയൻ്റെ കമ്പനിയുടെ മുമ്പിൽ 400 per ദിവസം ബഹുമാന DIGയുടെ ഓർഡർ. ഇത് ചുമ്മാ ഉള്ള ഓർഡറല്ല, DIGയുടെ ഓർഡർ വരെ നിയമം നീതി പാലിക്കേണ്ട ഒരാൾക്ക് അത് ഹൈക്കോടതി പോയി 2 അംഗ ബെഞ്ചിൽ അക്യൂലോട്ട് തിരിച്ചു മതി. ആ ഓർഡർ അതിൽ ഒട്ടിച്ചിരിക്കുന്നത് ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാരെ 4 അഭിഭാഷകർ, PR രാമേന്ദ്ര മേനോൻ, N അൽകുമാർ എന്ന് പറഞ്ഞ 2 ജഡ്ജിമാർ, 4 അഭിഭാഷകർ, KP താജുദ്ദീൻ എന്ന് പറഞ്ഞ വെൽഡർ അഭിഭാഷകൻ, PK മനോജ് കുമാർ, ആലി തോമസ്, സ്മിതാസ് പിള്ള എന്നിവരെ കൊണ്ട് എന്നെ 19/2/2019 ഇടിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചു. കാരണം എനിക്ക് നീതി കിട്ടിയിട്ടില്ല. എന്നെ ദൈവത്തിൻ്റെ പ്രാർത്ഥന. നമ്മൾ ആരോട് തോപ്പിക്കാൻ വന്ന രോഗിയല്ല. ഇവിടെ ഇങ്ങനെ കിടക്കുകയാണല്ലേ, എങ്ങനെയാ പ്രാഥമിക കൃത്യങ്ങളൊക്കെ എങ്ങനെയാ? പ്രാഥമിക എന്ന് പറഞ്ഞാൽ ഞാൻ 75% കൂടുതൽ ഡിസബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് ഓരോരുത്തരും ഞാൻ വെള്ളം അടിച്ചിട്ടൊക്കെ ശരീരപ്രവണതയല്ല. പിന്നെ എൻ്റെ ദൈവത്തോടൊപ്പം എപ്പോഴും ചൂടുവെള്ളം വേണം. ഈ ചൂടുവെള്ളം എടുക്കാൻ വേണ്ടി എനിക്കിവിടെ ഒരു അണ്ണാച്ചിക്കട ഉണ്ട്. അണ്ണാച്ചിക്കടയിൽ എൻ്റെ മോലാളി പറഞ്ഞിട്ടുണ്ട് ശശിക്ക് എന്ത് വേണേലും കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 1 മാസം കൂടുതലായി അവിടുത്തെ സ്റ്റാഫുകൾ എനിക്ക് ചൂടുവെള്ളവും തരത്തില്ല. അവിടെ ഒരു പിന്നെ വൈകിട്ട് കാശിപുരിവിന് വരുന്ന ഒരു കറുത്ത ഒരാളുണ്ട്. അയാൾ പറയും, മറ്റവരോട് പറയും, നീയൊക്കെയാണ് അവനെ വളർത്തിയത്, എന്തിനാണ് അവന് ചൂടുവെള്ളം കൊടുക്കുന്നത്, അവന് ഓരോന്ന് കൊടുക്കുന്നത് എന്തിന്, അവൻ്റെ പൈസ മേടിച്ചിട്ട് വേണം കൊടുക്കാമെന്ന് പറയും. അതിൻ്റെ മോലാളി പറയും ശശിക്ക് എന്തോ വേണമെങ്കിലും കൊടുത്താൽ. അവസാനം അവന്മാർ എന്നെ അവരോട് പറയാം അവിടെ കയറുന്നത് നിനക്ക് അടി കിട്ടുമെന്ന് പറയും. അന്നേരം എനിക്ക് എൻ്റെ ദേഷ്യം കയറിയാണ്ട് ഞാൻ പറയും നിൻ്റെ ആരുടെയും മറ്റവരുടെ പണിയും നല്ലത്. കാരണം നീതി പാലിക്കേണ്ടത് ഒരുത്തരം എന്തിനു വഞ്ചിക്കുന്നു. അങ്ങനെ പിന്നെ ചൂടുവെള്ളം തരത്തിൽ ഇപ്പൊ രാവിലെ പോകും. ഇപ്പൊ ഇത്രയും വർഷമായി കിടക്കുന്നു, എന്തെങ്കിലും ഒരു പരിഹാരം കാണുന്ന ചേട്ടനെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഇത്ര 9 വർഷമൊക്കെ ആയില്ലേ മോനെ? 9 വർഷം എന്ന് പറയാൻ എൻ്റെ സർവ്വശക്തിയുടെ അനുഗ്രഹം ഉണ്ടായിട്ടാണ് ഞാൻ അവിടെ കിടക്കില്ല. ഒരു ദിവസം പോലും അവിടെ കിടക്കുമോ? നമ്മുടെ നീതിപീഠമായ ബഹുമാനപ്പെട്ട കോടതികളെ ആക്ഷേപിക്കുന്ന രോഗിയല്ല. നമ്മുടെ മനുഷ്യരുടെ നീതിപീഠങ്ങളായ ബഹുമാനപ്പെട്ട കോടതികളാണ് കീഴ്ക്കോടതി തൊട്ട് ഹൈക്കോടതി തൊട്ട് സുപ്രീം കോടതി വരെയും. ഇവിടെ പാവപ്പെട്ടവരെ വഞ്ചിക്കാനും പറ്റിക്കാനും അല്ലല്ലോ നമ്മുടെ രാജ്യത്തെ കോടതി. സുപ്രീം കോടതിയിൽ ഒരു വിധി പ്രഖ്യാപിച്ചുകൊണ്ട് ഇനി ഒരു വിധി പ്രഖ്യാപിച്ചാൽ അവനുവേണ്ടി അക്കൗണ്ടിൽ വരുന്നു. എന്ന് വെച്ചാൽ പാവപ്പെട്ടവരെ വഞ്ചിക്കാനും പെട്ടിക്കാനും തട്ടിക്കാനുമുള്ള വിധിയാണ് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. അല്ലെന്ന് പറയാൻ പറ്റുമോ? ആ വാർത്ത വന്നപ്പോൾ തന്നെ അഭിഭാഷകർ പത്രമാധ്യമങ്ങളിൽ വാർത്ത കൊടുത്ത് നാളെ തൊട്ട് ഞങ്ങൾ സമരം ചെയ്യാൻ പോകുന്നു. ഒറ്റ രാത്രി തൊട്ട് സമരം ഒത്തുതീർപ്പായി. ഞാൻ പറഞ്ഞത് എല്ലാവരും ജഡ്ജിമാരെ വിളിച്ചില്ലല്ലോ. ആ വിധി പ്രഖ്യാപിച്ചവർ കള്ളന്മാരാണ്. കാരണം എന്തുകൊണ്ട് ഒരു രോഗികളെ പാവപ്പെട്ടവർ വഞ്ചിക്കുന്നത്? പാവപ്പെട്ടവരുടെ നീതിപീഠമായ ബഹുമാനപ്പെട്ട കോടതികളാണ് കീഴ്ക്കോടതി തൊട്ട് ഹൈക്കോടതി തൊട്ട് സുപ്രീം കോടതി വരെ. ആ പറയാക്കാരനുണ്ട്. ഇവിടെ വഞ്ചൂർ കോടതിയിൽ ഒരു പ്രഗത്ഭനായ ജഡ്ജി വരെ പറയും ജുഡീഷ്യറി. ചേട്ടന് കുടുംബമൊക്കെ എന്താ ചെയ്യുന്നത്? എൻ്റെ ഭാര്യ മോളും മോനും ഉണ്ട്. എൻ്റെ ഭാര്യ എന്നാൾ വീണപ്പം ഞാൻ 1.5 കിലോമീറ്റർ ഓർഡറായാലൊരു കടയിൽ പോന്നെ വീണപ്പം ഞാൻ ആ വീട്ടിൽ പോയിട്ട് തിരിച്ചു വിടാൻ എൻ്റെ ജലാസ്പത്രി 9 രൂപ കൂട്ടിയിട്ട് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി. ഓക്കെ, ഈ ശശിചേട്ടൻ പറഞ്ഞതുപോലെ 9 വർഷത്തിലധികമായി ഇവിടെ ഇങ്ങനെ സമരം ചെയ്യുന്നു. അവരുടെ ആവശ്യം ന്യായമോ അന്യായമോ എന്നുള്ള കാര്യം അവരെ സംബന്ധിച്ച് വ്യക്തിപരമായുള്ള കാര്യം തന്നെയാണ്. എന്തായാലും മാറി മാറി വരുന്ന മന്ത്രിസഭകളും സർക്കാരുകളും ഭരണാധികാരികളും ഒന്നും തന്നെ ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഇത്തരത്തിൽ ചില അനാഥ പ്രേതങ്ങൾ പോലെ നിരവധി മനുഷ്യർ ഇത്തരത്തിൽ സമരം ചെയ്യുന്നുണ്ട്. അവർക്ക് പറയാനുള്ളത് ചിലപ്പോൾ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പരിഹാരം കാണുവാൻ ചിലപ്പോൾ ഭരണാധികാരികൾക്കും സാധിച്ചേക്കാം. അപ്പോൾ അത്തരത്തിലൊരു സമന്വയത്തിലുള്ള ഒരു നിലപാട് സർക്കാരും സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ ഒരു സെക്രട്ടേറിയറ്റിന് മുൻപിൽ, അതായത് ഭരണസിരാ കേന്ദ്രത്തിന് മുൻപിലാണ് ഇത്തരത്തിൽ അനാഥപ്രേതം പോലെ ഒരുപാട് മനുഷ്യർ ഇങ്ങനെ കഴിയുന്നത്. വെയിലെന്നോ മഴയെന്നോ ഇല്ല. ഈ ചേട്ടൻ കണ്ടില്ലേ കിടക്കുന്നത് ഇവിടെയാണ്. അതും ഇവരും മനുഷ്യരാണ്, നമ്മളെപ്പോലെ തന്നെ ഇവരും മനുഷ്യരാണ് എന്നുള്ളതാണ്. നിരവധി ശാരീരിക അസ്വസ്ഥതകൾ ഉള്ള മനുഷ്യരാണ് ഈ ശശിയേട്ടൻ. നമ്മൾ ഉൾപ്പെടെ വർഷങ്ങളായി ഇവിടെ കാണുന്നതാണ്. 9 വർഷമായി എന്ന് പറയുകയാണ്. ഇത്തരത്തിൽ നിരവധി ആൾക്കാരാണ് ഇങ്ങനെ സമരവുമായി ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഉള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സെക്രട്ടേറിയറ്റിൻ്റെ മറുവശത്ത്, അതായത് മുൻപിൽ തന്നെ ഏറ്റവും അറ്റത്തായി മറ്റൊരാൾ കൂടി കിടക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് രാവിലെ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ
നിരവധി ആൾക്കാരോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് 25 വർഷത്തിലധികമായി തിരുവനന്തപുരം നഗരത്തിൽ അങ്ങോളം ഇങ്ങോളം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹവും ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഒരു 3-4 വർഷത്തോളമായി അദ്ദേഹം ഇവിടെ കിടക്കുകയാണ്. ഈ ഒരു മതിലിനോട് ചേർന്നുകൊണ്ടാണ് അദ്ദേഹം കിടക്കുന്നത്. ഇവിടെ തന്നെയാണ്, അതായത് ഹോട്ടലുകളിലോ അല്ലെങ്കിൽ വെളിയിലോ പോയൊക്കെയാണ് ഈ പ്രാഥമിക കൃത്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. നമുക്ക് അതിൽ നടക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. കാരണം ഈ കുപ്പിയിലും മറ്റുമാണ് അദ്ദേഹം അവിടെ കിടന്നുകൊണ്ട് തന്നെ മൂത്രം ഒഴിക്കുന്നത്. എന്തായാലും ഏറെ വേദനാജനകമായ കാര്യം തന്നെയാണ്, കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുവാൻ സാധിക്കും. അതാ ഒരു വൃദ്ധൻ അവിടെ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മാനസിക നില ഉൾപ്പെടെ ആകെ തെറ്റിയ അവസ്ഥയാണ് ഉള്ളത്. ഇതാണ് സെക്രട്ടേറിയറ്റിന് മുൻപിലുള്ള കാഴ്ച. അനാഥപ്രേതം പോലെ ചില മനുഷ്യ ജീവനുകൾ ഇങ്ങനെ കഴിയുകയാണ്. മാറി മാറി വരുന്ന ഭരണാധികാരികൾ, സർക്കാരുകൾ, പാർട്ടികൾ ഒന്നും തന്നെ ഇത് കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ഇനിയെങ്കിലും ഇത്തരത്തിൽ, അതായത് അവരും മനുഷ്യരല്ലേ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ഉന്നയിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിന്, അതായത് ഈ വയോമിത്രം പോലുള്ള പദ്ധതികളെല്ലാം തന്നെ സർക്കാരിൻ്റെ പക്കലുണ്ട്. ഇത്തരത്തിൽ അനാഥമായി നടക്കുന്ന വ്യക്തികളെ അവരെ പാർപ്പിക്കാനുള്ള നടപടി ഈ വന്ന സർക്കാരെങ്കിലും നടപ്പിലാക്കേണ്ടതുണ്ട്. ഭരണസിരാ കേന്ദ്രമാണ്, അതിന് തൊട്ട് മുൻപിലാണ് ഇത്തരത്തിൽ അനാഥപ്രേതം പോലെ ചില മനുഷ്യർ ആരാരുമില്ലാതെ മാനസിക നില തെറ്റിക്കൊണ്ട് ഇവിടെ കഴിയുന്നത്. അതിന് ഉടൻ തന്നെ പരിഹാരം കാണേണ്ടതുണ്ട്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.